മൂന്നാറിലെത്തിച്ച KSRTCയുടെ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് ഏറ്റെടുത്ത സഞ്ചാരികൾ. ബസ് സർവീസ് ആരംഭിച്ച് ഒരാഴ്ച പിന്നിടുമ്പോൾ മികച്ച പ്രതികരണവും മെച്ചപ്പെട്ട വരുമാനവും നേടിയാണ് സർവീസ് നടത്തുന്നത്. ദിവസവും 3 സർവീസുകളാണ് ബസ്സിനുള്ളത്. മൂന്നാറിന്റെ വശ്യമനോഹാരിത 360 ഡിഗ്രിയിൽ കണ്ടറിഞ്ഞ് യാത്ര ചെയ്യാൻ അവസരമൊരുക്കിയായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് മൂന്നാറിൽ KSRTCയുടെ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് സർവീസ് ആരംഭിച്ചത്. ഒരാഴ്ച പിന്നിടുമ്പോൾ ബസ് സർവീസ് സഞ്ചാരികൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ദിവസവും മൂന്നാറിൽ നിന്ന് ആരംഭിച്ച ആനയിറങ്കൽ ജലാശയം വരെ നീളുന്ന 3 സർവീസുകളാണ് ബസ്സിനുള്ളത്. ബസ് നിറഞ്ഞാണ് ഒട്ടുമിക്ക സർവീസുകളും നടത്തുക. ഒരാഴ്ച പിന്നിടുമ്പോൾ മികച്ച പ്രതികരണവും മെച്ചപ്പെട്ട വരുമാനവും നേടിയാണ് ബസ് സർവീസ് നടക്കുന്നതെന്ന് KSRTC അധികൃതർ പറഞ്ഞു. അതിൽ കൂടുതൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാദേശിക നിവാസികളാണ് കൂടുതലായിട്ട് എൻക്വയറി ചെയ്യുകയും അതിൽ യാത്ര ചെയ്യുകയും ചെയ്യുന്നത്. ഇപ്പോൾ അകലെ നിന്നുള്ള ആളുകൾ റിസർവേഷൻ ചെയ്ത് എത്തുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ രാജകുമാരി, പൂപ്പാറ, രാജാക്കാട്, മൂന്നാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ ഡബിൾ ഡെക്കറിലൊന്ന് യാത്ര ചെയ്യാനുള്ള ഒരു ക്യൂരിയോസിറ്റി, അവരത് ഒന്ന് അറിയാനുള്ളൊരു ആഗ്രഹം എന്നുള്ള നിലയ്ക്ക് അവർ കൂടുതലായിട്ട് അവരും വരുന്നത് നമുക്ക് ആ ഒരു രീതിയിൽ കൂടിയൊക്കെ നോക്കുമ്പോൾ നല്ലൊരു പ്രതികരണമാണ് ഇപ്പോൾ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ എല്ലാ ദിവസവും തന്നെ ആവറേജ് നമുക്കൊരു സാധാരണ ഒരു കളക്ഷൻ വെച്ച് പറഞ്ഞാൽ ഒരു മികച്ച ഒരു വരുമാനം എന്ന് തന്നെ പറയാം. നമുക്കൊരു 15 ദിവസത്തെ റിവ്യൂ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്കതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. എങ്കിലും ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ പോയാൽ ഇത് സൂപ്പർ ഹിറ്റായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അക്കാര്യത്തിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. അങ്ങനെ ഒരു പരിപാടി, പുതിയൊരു സംരംഭം നമ്മൾ ആരംഭിച്ചിട്ട് അത് ജനങ്ങൾ ഇങ്ങനെ വരവേക്കുമെന്ന് പ്രതീക്ഷിച്ചത് പോലുമല്ല. ഉയരത്തിലിരുന്നുള്ള മൂന്നാറിന്റെ വിശാലമായ കാഴ്ചകൾ സഞ്ചാരികളും ആസ്വദിക്കുന്നുണ്ട്. നല്ല ട്രിപ്പായിരുന്നു. തുടങ്ങിയതേ ഉള്ളൂ, എങ്കിലും നല്ല രസമാണ്. പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് നല്ലതായിട്ട് അല്ല, കുറച്ചും കൂടെ എൻഹാൻസ് വ്യൂ ആണ്. കാരണം ഇത്ര ഉയരത്തിലല്ലേ, അപ്പം ഒരു നല്ല, കാരണം ഇവന് ചെറിയ വണ്ടികൾ വന്നാൽ കിട്ടാത്തൊരു വ്യൂ നമുക്ക് ഇതിൽ കിട്ടുന്നു. നല്ല എക്സ്പീരിയൻസ് ആണ്. നമുക്കിപ്പോൾ അല്ലാണ്ടുള്ള ഒരു ജീപ്പും അങ്ങനെയൊക്കെ ആക്കി പോകുമ്പോൾ നമ്മൾ 3 പേര് മാത്രം ഉണ്ടാകുമ്പോൾ ജീപ്പൊക്കെ ആക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നല്ല സേഫാണ്, സേഫ്റ്റിയാണ്, കാണാൻ നല്ല രസമുണ്ട്. മേലെ ഹൈറ്റിലാകുമ്പോൾ അതിൻ്റെതായ രസമുണ്ട്. ബസിന്റെ താഴത്തെ ഡെക്കറിൽ 200 രൂപയും മുകൾ ഡെക്കറിൽ 400 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. ഓൺലൈനായും നേരിട്ടും ടിക്കറ്റ് ബുക്ക് ചെയ്ത് യാത്ര ചെയ്യാൻ സൗകര്യമുണ്ട്. സഞ്ചാരികൾക്ക് പുറമെ തദ്ദേശീയരായ ആളുകളും ഡബിൾ ഡെക്കർ ബസ്സിൽ കയറി യാത്ര ചെയ്യാൻ എത്തുന്നുണ്ട്. നവമാധ്യമങ്ങളിലും ഡബിൾ ഡെക്കർ ബസിന്റെ ദൃശ്യങ്ങൾ തരംഗമായി കഴിഞ്ഞു.